ഹലോ കൂട്ടുകാരി, ചിത്തു വേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നു വളരെ ക്രിസ്പിയും ചൂട് ചായയോടൊപ്പം കഴിക്കാവുന്ന ഒരു പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ 1/4 കപ്പ് വട പരിപ്പെടുത്തിട്ടുണ്ട്. അതൊരു 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്നു വന്ന ശേഷം നമ്മൾ 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി പരിപ്പ് ഒന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കുന്നുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ചൂട് ചായയോടൊപ്പം വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്കായി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ നമ്മൾ ക്രഷ് ചെയ്ത് വന്നതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച വടപ്പരിപ്പ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒട്ടും തീരെ വെള്ളമില്ലാതെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക, അത്രമാത്രമേ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളിത് ഒന്ന് ചതച്ചെടുത്തു. നമ്മുടെ ഇവിടെ പരിപ്പൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 മീഡിയം സൈസിലുള്ള സവാളയും അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വടപ്പരിപ്പും അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വന്ന് ഒപ്പമാക്കിയ ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് കടായി വെച്ചു. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കാം. ആ ഓയിലൊന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ വടപ്പരിപ്പ് കൈയൊക്കെ നല്ല വെള്ളമയോ എണ്ണമയോ ഒന്നുമില്ലാതെ നല്ല ഡ്രൈ ആയി വെച്ച ശേഷം ഒരു ഉള്ളം കൈയിൽ നമ്മുടെ ഈ മാവിൻ്റെ കൂട്ട് വെച്ചിട്ട് വേറെ ഉള്ളം കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തുക. എന്നിട്ട് നമ്മൾ ചൂടെണ്ണയിലേക്ക് ഇടുക. ഇട്ട ശേഷം നമ്മളതൊന്ന് നല്ലോണം കരിഞ്ഞു മൊരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളറാവുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ടുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മുടെ പരിപ്പ് വട വളരെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.